ഗൃഹപ്രവേശം സിനിമയിലെ സീൻ അഭിനയിച്ച് കാണിക്കുക. അത് കൊള്ളാം. അപ്പൊ ചേച്ചിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ ആ സീന്? നിങ്ങൾ എൻ്റെ ഒരു നായകൻ നായികയായിട്ട്. അറിയാതെ ഞങ്ങള് കല്യാണം കഴിച്ചു പോകൂലേ? അല്ലല്ല, പെണ്ണ് മാറിപ്പോ. പെണ്ണ് മാറിപ്പോന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലാണ് സംഭവം നടക്കുന്നത്. ഭയങ്കര തിരക്ക്. അവിടെ ഒത്തിരി കല്യാണം ഒരു സമയത്ത് നടക്കുന്നതാണ്. ശരി, ഇങ്ങനെ തള്ളരുത്, ഇങ്ങനെ തള്ളരുത്. ഇത് എന്താ ഇത്? അവിടെ ഇങ്ങനെ തള്ളരുത്. അമ്മേ, അയ്യോ, ഇയാളാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചെസ്സിൽ വെട്ടി നീക്കാനാവാത്ത ഒരേ ഒരു കരു ഏതാണ്? ചെസ് കളിക്കിട്ടുണ്ട്. ചെസ് അതിൽ നമുക്ക് വെട്ടി നീക്കാൻ പറ്റാത്ത ഒരേ ഒരു കരു ഉണ്ട്. ക്വീൻ വെട്ടാം. എനിക്ക് 5 മിനിറ്റ് സമയം കൊടുക്കണം. 2 ക്വീനെ വെട്ടാം, സോൾജറിനെ വെട്ടാം, കിങ് 3 കിങ് എന്നാണ് ചേച്ചി പറഞ്ഞത്. രാജാവ് കറക്റ്റ് ആൻസർ. അപ്പൊ നേരം പോക്കിന് ചേച്ചി ചെന്നൈയിൽ ചില കളികളിൽ ഏർപ്പെടുന്നതിൽ ഒന്ന് ചെസ് ആണ് അല്ലേ? ഓക്കെ. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? കുസൃതി ചോദ്യമാണ് ഇത്. കുസൃതി അല്ല ഇത്. ഏറ്റവും ഞാൻ ചെറിയ ക്ലൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന, നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ. 1 ഇന്ത്യക്ക് വെളിയിലാണ്. 2 ശ്രീലങ്ക. അയ്യോ, തെറ്റിപ്പോയിരിക്കണം. തായ്ലൻഡ്. ഇനി പറയാൻ പറ്റില്ല. തായ്ലൻഡ്. രണ്ടാമത് തായ്ലൻഡ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, രണ്ടാമതാണ് പറഞ്ഞത്. അതൊക്കെ കുഴപ്പമില്ല. അത് വലിയ ജനറൽ നോളജ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പൂവാലനായി അഭിനയിച്ച് കാണിക്കാം. അത് കൊള്ളാം. ബസ്സിൽ നിൽക്കുക കേട്ടോ. എടി, പിന്നെ എത്ര മണിക്ക് മിസ് വരുന്നത്? എനിക്ക് ആകട്ടെ, നമ്മൾ ലേറ്റ് ആയോടി. പിടിച്ചു നിൽക്കുക. അതെ, ഇന്ന് ശാന്തി മിസ് വരുമ്പോ എനിക്ക് ടെൻഷനാണ്. ഭയങ്കര ടെൻഷൻ. എന്താ ടെൻഷൻ? അത് ശരിയില്ല കേട്ടോ. എന്താ ടെൻഷൻ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലല്ലോ. ചേച്ചിയാണോ? ചേച്ചിയാണോ? അനിയത്തിയാണോ? അതെ. നമുക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ അവരോടൊക്കെ സംസാരിക്കാൻ പോണേ? അവൻ സംസാരിക്കാൻ വരുന്നുണ്ട്, തട്ടം വരുന്നുണ്ട്. ബസ്സല്ലേ, കുറച്ചുകൂടെ പൊക്കി കൈ കൈ തൊട്ട് സംസാരിക്കരുത് കേട്ടോ. സംസാരിക്കരുത്. കൈ വിടി. രണ്ടുപേരും കൂടെ ഇങ്ങനെ പിടിക്കാതെ മോളിൽ പിടിക്കും. ഞങ്ങൾ കംപ്ലൈന്റ് കേട്ടോ. ചുമ്മാ നിങ്ങൾ സ്ഥിരം ബസ് കാണാറുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ നിങ്ങളുടെ ഈ ഒരു മാതിരി ഇത്. നിങ്ങളുടെ പേര് ഞങ്ങൾ കംപ്ലൈന്റ് കേട്ടോ. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. അവിടെ ലേഡീസിന്റെ അവിടെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. നിങ്ങൾ എന്താ ഇവിടെ എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്? ഹലോ, സ്ത്രീകൾ ബോർഡ് കണ്ടില്ലേ? അതെ, അവിടെ സീറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഇരിക്കാത്തത്? അപ്പൊ എന്റെ അടുത്ത് ഒന്ന് നിൽക്കാൻ വേണ്ടിയല്ലേ? എനിക്കറിയാം, ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ഇരിക്കുക. സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കുക. സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ട്. നിങ്ങൾ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നേ? സീറ്റ് ഉണ്ട്, കാര്യമായിട്ട്. പൂവാലെന്ന് പറഞ്ഞ മീനിങ് മനസ്സിലായോ? അത് മനസ്സിലായി. അല്ല, പൂവാലിനാണെങ്കിലും അനീതി കണ്ട പ്രകടിപ്പിക്കണം. അതാണ് നിങ്ങൾ സീറ്റ് ഉണ്ടാക്കിയിരിക്കാത്തത്. അത് വന്നിട്ടില്ല. അല്ല, സാധാരണഗതിയിൽ സീറ്റ് ഇല്ലാത്ത. അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മറുപടി പറയണമായിരുന്നു. സീറ്റ് എവിടെയാടാ സീറ്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞു സീറ്റ്, നിങ്ങൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പെണ്ണായിട്ട് നിൽക്കുന്നു. എവിടെയാ സീറ്റുള്ളത്? എവിടെയാ സീറ്റുള്ളത്? എവിടെയാണോ സീറ്റുള്ളത്? പെണ്ണുങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. എവിടെയാണോ സീറ്റുള്ളത്? തന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി. മാറിയേക്കോട്ടെ. ഇതാണ് പറയേണ്ടിയിരുന്നത്. ഇതിന് പകരം നിങ്ങൾ കാണിച്ചത് അല്ല. അവസാനം നമ്മൾ തെറ്റുകാരിയാണ്. അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തൊരു തായാണ്. ദൈവമേ, കർത്താവേ. നിങ്ങൾ എന്തിനാ അഭിനയിക്കാൻ പോയി?